ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് ക്ലാസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. Question number 1. A small projection on the surface of small intestine is called dash. Option A, cilia. Option B, hair. Option C, villi. And option D, loops. Correct answer is option C, villi. സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ സർഫസിൽ കാണുന്ന സ്മോൾ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് വില്ല എന്ന് വിളിക്കുക. ഈ വില്ലൈ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ സർഫസ് ഏരിയയെ ഇൻക്രീസ് ചെയ്യുന്നു. സീലിയ എന്നുള്ള വാക്ക് സെല്ലിന്റെ അറ്റത്ത് പറ്റിച്ചേർന്നിരിക്കുന്ന മൈക്രോ ട്യൂബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ്. സിംഗിൾ അപ്പൻഡേജസ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് എന്നാണ് ഇതിനെ പറയുക. ഈ സീലിയയ്ക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും. കൂടുതലായിട്ടും ഈ സീലിയ കാണുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റില്, ലങ്സില്, അതുപോലെ മിഡിൽ ഇയർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ് കൂടുതലായിട്ട് നമുക്ക് സീലിയ കാണാനായിട്ട് സാധിക്കുക. ഈ സീലിയയുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് അതിനൊരു റിതമിക് വേവിംഗ് മൂവ്മെന്റ് ഉണ്ടാവും. അത് വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് എക്സ്പെല് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ മാറിപ്പോകരുത്. വില്ല എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. സീലിയ എന്ന് പറയുന്നത് മൈക്രോ ട്യൂബ്യൂൾസ് അറ്റാച്ച്ഡ് ടു ദ സെൽസ് ആണ്. Question number 2. Hardest material present in the body is dash. Option A, dentine. Option B, pulp. Option C, enamel. And option D, bone. Correct answer is option C, enamel. Hardest material present in the body is enamel. Question number 3. Inflammation of parotid gland is dash. Option A, cellulitis. Option B, gingivitis. Option C, glossitis. And option D, parotitis. Correct answer is option D, Parotitis. കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫ്ലമേഷന്റെ പേര് എന്താണെന്ന് നോക്കാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ് ഈസ് കോൾഡ് ആസ് ഗ്ലോസൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ഓറൽ മ്യൂക്കോസ, വായിന്റെ ഉള്ളിലുള്ള മ്യൂക്കോസൽ ലൈനിങ്ങിലുള്ള ഇൻഫ്ലമേഷനെ സ്റ്റൊമറ്റൈറ്റിസ് എന്നുള്ള വാക്കുകൊണ്ടാണ് വിളിക്കുക. ഇൻഫ്ലമേഷൻ ഓൺ പാരോട്ടിഡ് ഗ്ലാൻഡ്സിനെ പാരോട്ടൈറ്റിസ് എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുന്നു. അതുപോലെ സ്കിന്നിൽ കാണുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനെയാണ് സെല്ലുലൈറ്റിസ് എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. പൾപ്പിൽ, അതായത് ടൂത്തിന്റെ പൾപ്പ് ഭാഗത്തുണ്ടാവുന്ന പെയിൻഫുൾ ഇൻഫ്ലമേഷനെയാണ് പൾപ്പൈറ്റിസ് എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. അതുപോലെ ഗംസിനുണ്ടാവുന്ന, ഗംസിന്റെ വേറൊരു പേരാണ് ജിഞ്ചൈവ. ജിഞ്ചൈവയിൽ അല്ലെങ്കിൽ ഗംസിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ ജിഞ്ചിവൈറ്റിസ് എന്നുള്ള വാക്കുകൊണ്ടാണ് വിളിക്കുക. Question number 4. While brushing the toothbrush must be held in dash angle between the brush and the gums and the teeth. Option A, 30 degree, option B 40 degree, option C 45 degree, and option D 50 degree. Correct answer is option C, 45 degree. പല്ല് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷും ഗംസും ടീത്തും തമ്മിലുള്ള ആ ഒരു സ്പേസ് 45 ഡിഗ്രി ആംഗിളിലായിരിക്കണം ബ്രഷ് നമ്മൾ പിടിക്കേണ്ടത്. എന്നാലാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷിംഗ് ഇഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പേഷ്യന്റ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓറൽ ഹൈജീനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓറൽ ഹൈജീനെ കുറിച്ച് പേഷ്യന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകളാണ് ഇനി പറയുന്നത്. സോഫ്റ്റ് ബ്രഷ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 2 times ഡെയിലി ബ്രഷ് ചെയ്യണം. അതുപോലെ പീരിയോഡിക്കൽ ആയിട്ടുള്ള ബ്രഷ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ടൂത്ത് ബ്രഷിന് എന്തെങ്കിലും വിയർ ആൻഡ് ടിയർ കാണുകയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to 3 monthsലെങ്കിലും ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, 45 ഡിഗ്രി ആംഗിളിലായിരിക്കണം ബ്രഷും ടൂത്തും ഗമ്മും തമ്മിലുള്ള ആ ഒരു ആംഗിൾ ഉണ്ടാവാനായിട്ട്. മൂന്നാമത്തെ കാര്യം, പല്ല് മാത്രമല്ല മോണയും നാവിന്റെ സർഫസും കൂടി ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണം. നാലാമത്തെ കാര്യം, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പല്ലിന്റെ ഇടയിലുള്ള ആ ഭാഗങ്ങൾ ഫ്ലോസ് ചെയ്യണം. അതുപോലെ അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ സ്വീറ്റ്സ് വായിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിൻസ് ചെയ്ത് കളയണം. ടുബാക്കോ സ്മോക്കിംഗ്, അതുപോലെ മറ്റുള്ള ടുബാക്കോയുടെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അത് ഓറൽ ഹൈജീൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. അതുപോലെ ആൻറ്റി പ്ലേഗ് മൗത്ത് റിൻസ് പറ്റുമെങ്കിൽ അത് റിൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓറൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിന് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ലൈക്ക് സലൈവറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ജിഞ്ചിവൈറ്റിസ്, സ്റ്റൊമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷനുള്ള പേഷ്യൻസിൽ നമ്മൾ മസ്റ്റായിട്ടും പേഷ്യന്റ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. Question number 5. Misalignment of the teeth of the upper and lower dental arc when the jaws are closed is called. Option A, malocclusion. Option B, dislocation. Option C, malformation. And option D, disjoint. ജോസ് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത്
അപ്പർ ആൻഡ് ലോവർ ഡെന്റൽ ആർക്കിൽ ഉണ്ടാവുന്ന മിസ് അലൈൻമെന്റ്, വായകൾ അടഞ്ഞിരിക്കുന്ന സമയം, അതാണ് ജോസ് ക്ലോസ് ആയിട്ടിരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകളിലത്തെ അപ്പർ ഭാഗത്തെ മോണകളിലുള്ള പല്ലും അതുപോലെ താഴത്തെ ലോവർ ആർക്കിലുള്ള പല്ലുകളും തമ്മിലുണ്ടാവുന്ന ആ ക്ലോസിലുണ്ടാവുന്ന മിസ് അലൈൻമെന്റിനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് Malocclusion. Question number 6. Sialolithiasis means dash. Option A, inflammation of the salivary glands. Option B, inflammation of teeth. Option C, inflammation of small intestine. Option D, inflammation of cervical bone. Correct answer is option A, inflammation of the salivary glands. Sialolithiasis എന്ന് പറയുന്നത് salivary glandsന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഇങ്ങനെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അത് ഡീഹൈഡ്രേഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് ഉള്ള പേഷ്യന്റിന് റേഡിയേഷൻ തെറാപ്പി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് സലൈവറി ഗ്ലാൻസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം. ലോങ് ടേം സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അതുപോലെ മാൽന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, അതുപോലെ സലൈവറി ഗ്ലാൻസിൽ സ്റ്റോൺ ഫോർമേഷൻ, സ്റ്റോൺസ് ഫോം ചെയ്തിട്ട് കാൽക്കസ് ഫോം ചെയ്യുന്നത് കൊണ്ട്, അതല്ല എങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും സലൈവറി ഗ്ലാൻസിലെ ഇൻഫെക്ഷൻ മൂലം ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സലൈവറി ഗ്ലാൻഡിന്റെ ഇൻഫ്ലമേഷൻ ചില ബാക്ടീരിയകളുടെ പ്രസൻസ് കൊണ്ടും അത് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. കോമൺ ആയിട്ടും ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കസ് വിരിഡൻസ് ഓർ ന്യൂമോകോക്കസ്, ഇത്തരത്തിലുള്ള ബാക്ടീരിയകളുടെ പ്രസൻസും സലൈവറി ഗ്ലാൻഡ് ഇൻഫ്ലമേഷനിൽ കാരണമായിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതുകൂടാതെ ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ള പേഷ്യൻസിൽ സാൽഡൻഡൈറ്റിസിന് കാരണമാകുന്ന മറ്റൊരു മൈക്രോ ഓർഗാനിസം ആണ് മെഥിലിൻ റെസിസ്റ്റന്റ് സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ്. ഷോർട്ട്ലി നമുക്ക് പറയുകയാണെങ്കിൽ MRSA മൈക്രോ ഓർഗാനിസം ആണ്. അപ്പം സാലൻഡൈറ്റിസിന് വരുന്ന കണ്ടീഷനിൽ കോമൺ ആയിട്ടും കാണുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ആണ്. വായ തുറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പെയിൻ, സിവിയർ ഇന്റൻസ്ഡ് പെയിൻ, അതുപോലെ ഇമെൻസ്ഡ് ആയിട്ടുള്ള സ്വെല്ലിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ പുർലൻ ഡിസ്ചാർജിന്റെ പ്രസൻസും നമുക്ക് ഈ ഒരു ഡിസോർഡറിന്റെ കൂടെ കോമൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് മെഡിക്കേഷൻസ്, മസാജ്, ഹൈഡ്രേഷൻ, അതുപോലെ കോർട്ടിക്കോസ്റ്റീറോയിഡ് മെഡിക്കേഷൻസിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഈ മെഡിക്കേഷൻസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സർജിക്കൽ ഇന്റർവെൻഷനിലേക്ക് പോകേണ്ടതുണ്ട്. സർജിക്കൽ ഇന്റർവെൻഷനിൽ സർജിക്കൽ ഡ്രെയിനേജ് ആണ് നടത്തുക. ഗ്ലാൻഡിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ്, പുർലൻ ഡിസ്ചാർജുകളെ അത് ഡ്രെയിൻ ചെയ്ത് കളയുക അല്ലെങ്കിൽ ഗ്ലാൻഡിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് സർജിക്കൽ മെഷർ. Question number 7. Dryness of the mouth means option A, scleroderma, option B, xerostomia, option C, xenograft, option D, xerophthalmia. Correct answer is option B, xerostomia. മൗത്തിനുണ്ടാവുന്ന ഡ്രൈനെസ്സിനെ വിളിക്കുന്ന പേരാണ് xerostomia. Question number 8. Flushing of the tube with water or other fluids to clear it is known as option A, flushing, option B, scrubbing, option C, irrigation, and option D, aspiration. Correct answer is option C, irrigation. Question number 9. While assessing the stoma of a patient with a healthy and well-healed colostomy, the stoma appear to be option A, pale pink and moist, option B, dark and purple color, option C, dry and black, and option D, red and moist. Correct answer is option D, red and moist. ഇൻഡസ്റ്റൈനിലുള്ള കണ്ടൻസ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ സ്റ്റോമ എന്ന് വിളിക്കുക. ഈ സ്റ്റോമ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ടും വെൽ ഹീൽഡ് ആയിട്ട് കാണുന്നതിന്റെ സൈൻ എന്ന് പറയുന്നത് അത് മോയിസ്റ്റ് ആയിട്ട് ഇരിക്കുകയും അത് റെഡ് കളറിൽ കാണപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ റെഡ്നെസ്സും മോയിസ്റ്റ്നെസ്സും കാണിക്കുന്നത് സ്റ്റോമയിലേക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ ഉണ്ട്, അതിന്റെ ടിഷ്യൂസ് ഹെൽത്തി ആണ്, അത് വെൽ ഹീൽഡ് ആണ് എന്നുള്ളതാണ്. Question number 10. Among following, which order of techniques to be followed while performing an abdominal assessment? Option A, auscultation, inspection, palpation and percussion. Option B, inspection, auscultation, percussion and palpation. Option C, percussion, palpation, auscultation and inspection. And option D, auscultation, inspection, percussion and palpation. Correct answer is option B, inspection, auscultation, percussion and palpation. ഇതിനുള്ള കാരണം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ പേഷ്യന്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നില്ല, മറിച്ച് നമ്മളുടെ വിഷനിലൂടെ നമ്മൾ അതിന്റെ അബ്നോർമാലിറ്റി ഐഡന്റിഫൈ ചെയ്യുകയാണ്.
എന്തെങ്കിലും തരത്തിലുള്ള പ്രൊട്രൂഷൻ ഉണ്ടോ, ഡിസ്റ്റൻഷൻ ഉണ്ടോ, സ്ട്രക്ചറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ബവൽ മൂവ്മെന്റ്സ് പുറത്തേക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രക്ചറലി നമുക്ക് അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇൻസ്പെക്ഷനിൽ നമ്മൾ ചെയ്യുക. ഓസ്കൾട്ടേഷനിലും നമ്മൾ ജസ്റ്റ് ലൈറ്റ് ടച്ച് ആണ് നമ്മളവിടെ ചെയ്യുക. യൂസിങ് സ്റ്റെതസ്കോപ്പ് നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുന്നു. അബ്ഡോമിനൽ സൗണ്ട്സുകൾ നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്താണ് അവിടെ നോക്കുക. മൂന്നാമത് വരുന്നത് പെർക്കഷൻ ആണ്. വീണ്ടും ബോഡി സർഫസിൽ ടച്ച് ഉണ്ടെങ്കിലും വീണ്ടും അതിന്റെ ഇമ്പാക്ട് കുറച്ചും കൂടി ഡെപ്ത് ആണ്. പെർക്കഷനിൽ ടാപ്പ് ചെയ്ത് നമ്മൾ നോക്കുന്നു. അതിനുശേഷം പാൽപേഷന് നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള പാൽപേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. സൂപ്പർഫിഷ്യലും ഉണ്ട്, ഡീപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിംഗർ പാഡ്സ് നമുക്ക് 1 to 2 mm എങ്കിലും മിനിമം നമുക്ക് അകത്തേക്ക് അമർത്തി വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റ് അബ്ഡോമിനൽ സ്ട്രക്ചേഴ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ചില ഫൈൻഡിങ്സ് എല്ലാം നമുക്ക് ഓൾട്ടർ ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് പാൽപേഷനൊക്കെ നമുക്ക് ആദ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓസ്കൾട്ടേഷനിലും പെർക്കഷനിലും ഇൻസ്പെക്ഷനിലും നമുക്ക് കിട്ടേണ്ട ഫൈൻഡിങ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്പെക്ഷൻ ആണ്. അതിനുശേഷം പിന്നെ ഓസ്കൾട്ടേഷൻ, അതിനുശേഷം പെർക്കഷൻ, അറ്റ് ദ എൻഡ് പേഷ്യന്റിൽ പാൽപേഷൻ നമ്മൾ പെർഫോം ചെയ്യണം. Question number 11. Which of the following assessment findings in a patient suspects hepatic encephalopathy? Option A, chopstick sign. Option B, hepatojugular reflex. Option C, Asterixis. And option D, Torres sign. Correct answer is option C, Asterixis. ആസ്റ്ററിക്സിസിനെ ലിവർ ഫ്ലാപ്പ് എന്നുള്ള പേരിലും വിളിക്കുന്നുണ്ട്. ആസ്റ്ററിക്സിസ് എന്ന് പറയുന്നത് ഒരു ഏർലി ന്യൂറോളജിക്കൽ സൈൻ ആണ്. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഉള്ള പേഷ്യൻസിൽ നമുക്ക് ഈ ഒരു സൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേഷ്യൻസിന്റെ ഹാൻഡ് എസ്പെഷ്യലി ആംസ് സ്ട്രെച്ച് ഔട്ട് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് റാപ്പിഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളുടെ കൈപ്പത്തി മുകളിലോട്ടും താഴേക്കും ഇങ്ങനെ എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വിറയൽ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ന്യൂറോളജിക്കൽ സൈൻ ആണ്. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഉള്ള പേഷ്യൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൈൻ പോസിറ്റീവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞു ആസ്റ്ററിക്സിന്റെ വേറൊരു പേരാണ് ലിവർ ഫ്ലാപ്പ്. Question number 12. Disconnecting nerves that stimulate acid secretion and opening the pylorus is called as option A, gastrotomy, option B, vagotomy, option C, nerve block, and option D, none of the above. Correct answer is option B, vagotomy. Vagotomy എന്ന് പറയുന്ന പ്രൊസീജിയറിൽ സ്റ്റൊമക്കിലേക്കുള്ള ആസിഡ് സെക്രീഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ നെർവ് എൻഡിങ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കളയുന്നു. അങ്ങനെ ആസിഡ് സെക്രീഷൻസിന്റെ ആ ഒരു റേറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന പ്രൊസീജിയറിന്റെ പേരാണ് വേഗോട്ടമി. എസ്പെഷ്യലി ലൈക്ക് പെപ്റ്റിക് അൾസർ, അതുപോലെ ഗ്യാസ്ട്രിക് ആസിഡിന്റെ സെക്രീഷൻസ് കൂടുതൽ വരുന്ന കണ്ടീഷനിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുക. Question number 13. Production or intensification of a pain while releasing the pressure exerted on a body surface by an examiner is known as dash. Option A, tenderness. Option B, rebound tenderness. Option C, bloating. And option D, neuralgia. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഒരു എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യന്റെ ബോഡി സർഫസിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യുകയും ഉടനെ തന്നെ റിലീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ ബോഡിയിൽ ഓൾറെഡി ഉള്ള പെയിൻ കൂടുതലായിട്ട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, റീബൗണ്ട് ടെൻഡർനെസ്. റീബൗണ്ട് ടെൻഡർനെസ് എന്നുള്ള വാക്കുകൊണ്ടാണ് വിളിക്കുക. അപ്പം നമ്മൾ ഓർത്ത് വയ്ക്കാം, നമ്മൾ കൈകൊണ്ട് പേഷ്യന്റെ ബോഡി സർഫസിൽ പ്രസ് ചെയ്തിട്ട് വീണ്ടും കൈ റിലീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന് ഉണ്ടായിരുന്ന പെയിൻ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു, വിങ്ങുന്ന പോലെ തോന്നുക, അല്ലെങ്കിൽ വീണ്ടും പെയിൻ കൈ എടുത്തതിന് ശേഷം പെയിൻ അനുഭവപ്പെടുകയും ചെയ്യുന്നത് റീബൗണ്ട് ടെൻഡർനെസ് ഉണ്ട് എന്നുള്ളതിന്റെ സൈനാണ്. Production or intensification of a pain while releasing the pressure exerted on a body surface by an examiner is known as rebound tenderness. Rebound tendernessന് വേറൊരു പേരും കൂടിയുണ്ട്, ബ്ലൂംബർഗ് സൈൻ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ റീബൗണ്ട് ടെൻഡർനെസ് എന്ന് പറഞ്ഞാലും ബ്ലൂംബർഗ് സൈൻ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. Question number 14. On what side is your appendix located? Option A, upper right abdomen. Option B, lower right abdomen. Option C, upper left abdomen. And option D, center of abdomen. Correct answer is option B, lower right abdomen. Question number 15. What are symptoms of appendicitis? Option A, abdominal tenderness and loss of appetite. Option B, fever. Option C, vomiting. And option D, all the above. Correct answer is option D, all the above.
Abdominal tenderness, loss of appetite, fever and vomiting are the symptoms of appendicitis. Question number 16. Stone in the salivary gland is known as dash. Option A, cholelithiasis. Option B, nephrolithiasis. Option C, sialolithiasis. Option D, urolithiasis. Correct answer is option C, sialolithiasis. Salivary glandil കാണുന്ന സ്റ്റോൺ ഫോർമേഷനെ വിളിക്കുന്ന പേരാണ് സൈലോലിത്യാസിസ്. ലിത്യാസിസ് എന്നുള്ള വാക്ക് സ്റ്റോൺ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബോഡിയിലെ ഏതെങ്കിലും ഭാഗത്തൊക്കെ സ്റ്റോൺ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലിത്യാസിസ് എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ആ വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഓർത്തു വയ്ക്കുക സ്റ്റോൺ ഫോർമേഷൻ ആണ് എന്നുള്ളത്. ഇത് കണ്ടെത്താനായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പം ആദ്യത്തെ ഭാഗത്തിൽ അത് എവിടെയാണ് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ടാവും. സ്റ്റോൺ ആണെന്നുള്ളത് രണ്ടാമത്തെ ഭാഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. ആദ്യത്തേതിൽ കോളിലിത്യാസിസ്, ഗോൾ ബ്ലാഡറിലെ സ്റ്റോൺ ആണ് കോളിലിത്യാസിസ്. നെഫ്രോലിത്യാസിസ് എന്ന് പറയുന്നത് കിഡ്നിയിൽ കാണുന്ന സ്റ്റോൺ ആണ്. സൈലോലിത്യാസിസ് എന്ന് പറയുന്നത് സൈലോ എന്നുള്ള വാക്ക് സലൈവറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതിയാകും. സൈലോലിത്യാസിസ്. യൂറോലിത്യാസിസ് എന്ന് പറയുന്നത് യൂറീറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡറിൽ കാണുന്ന സ്റ്റോണുകളെയാണ് യൂറോലിത്യാസിസ് എന്ന് വിളിക്കുക. Question number 17. Tablet ranitidine belongs to which class of drugs? Option A, adrenergic. Option B, proton pump inhibitors. Option C, H2 receptor blocker. And option D, beta agonist. Correct answer is option C, H2 receptor blockers. H2 receptor blockers മെയിനായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് സ്റ്റൊമക്കിലുള്ള പെറൈറ്റൽ സെൽസിന്റെ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ പെറൈറ്റൽ സെൽസ് ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ സ്റ്റൊമക് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ആകുന്നു. Question number 17. Hematochezia is dash. Option A, blood in sputum. Option B, blood in vomitus. And option C, fresh blood in stool. And option D, occult blood in stool. Correct answer is option C, fresh blood in stool. പേഷ്യന്റ് കോഫ് ചെയ്യുന്ന സമയത്ത് ആ കോഫിനുണ്ടാവുന്ന സ്ഫൂട്ടത്തിൽ ബ്ലഡിന്റെ പ്രസൻസ് കാണുന്നതിനെ ഹെമറ്റൈസിസ് എന്നുള്ള വാക്കുകൊണ്ടാണ് വിളിക്കുക. അതേപോലെ തന്നെ പേഷ്യന്റ് വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് വൊമിറ്റസിന്റെ അകത്ത് ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടാവുന്നതിനെ ഹെമറ്റമീസിസ് നമ്മൾ വിളിക്കുന്നു. എസ്പെഷ്യലി അപ്പർ GI ഇഞ്ചുറി ഒക്കെ കൊണ്ടാണ് ഹെമറ്റമീസിസ് ഉണ്ടാവുക. അതുപോലെ ഒക്കൾട്ട് ബ്ലഡ് ഇൻ സ്റ്റൂൾസിനെ മെലീന എന്ന് വിളിക്കുന്നു. യൂഷ്വലി ലോവർ GI ഇഞ്ചുറി കൊണ്ടാകാം മെലീന ഫോം ചെയ്യുന്നത്. ബ്ലഡിന്റെ പ്രസൻസ് ഗ്യാസ്ട്രിക് എൻസൈംസിലൂടെ ഒക്കെ കടന്നു പോകുന്നത് കൊണ്ട് ആ ബ്ലഡ് അത് ഓൾറെഡി ഡൈജസ്റ്റ് ഫോമിലേക്കായിരിക്കും കാണുക. അതിനെ മെലീന എന്നാണ് നമ്മൾ വിളിക്കുക. കട്ട പിടിച്ചിരിക്കുന്ന പോലെയാണ് ഒക്കൾട്ട് ബ്ലഡ് കാണുക. അതുപോലെ ഫ്രഷ് ബ്ലഡ് ഇൻ സ്റ്റൂൾസിനെ ഹെമറ്റോസിയ നമ്മൾ വിളിക്കുന്നു. യൂഷ്വലി ലോവർ GI ഇഞ്ചുറി കൊണ്ടാണ് ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള ഇഞ്ചുറി കൊണ്ടുണ്ടാവുന്ന ഫ്രഷ് ബ്ലഡിന്റെ പ്രസൻസ്, സ്റ്റൂളിൽ ഫ്രഷ് ബ്ലഡിന്റെ പ്രസൻസിനെ ഹെമറ്റോസിയ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുന്നു. Question number 18. Hematochezia seen in all patients except option A, upper GI bleeding, option B, lower GI bleeding, and option C, anal fissure, and option D, piles. Correct answer is option A, upper GI bleeding. Hematochezia എന്ന് പറയുന്നത് ഫ്രഷ് ബ്ലഡ് ഇൻ സ്റ്റൂൾസ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഫ്രഷ് ബ്ലഡ് ഇൻ സ്റ്റൂൾസ് ഉണ്ടാവാനുള്ള സാധ്യത ലോവർ GI ബ്ലീഡിങ്, ഏനൽ ഫിഷർ, അതുപോലെ പൈൽസിങ് തുടങ്ങിയിട്ടുള്ള ലോവർ GIയുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസിലാണ്. അതുകൊണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, അപ്പർ GI ബ്ലീഡിംഗ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. Question number 19. Iron is stored in the human body in the form of dash. Option A, iron hemoglobin complex. Option B, elementary iron. Option C, serum ferritin. And option D, serum dextrin. Correct answer is option C, serum ferritin. ഹ്യൂമൻ ബോഡിയിൽ അയണിന്റെ സ്റ്റോറേജ് രണ്ട് ഫോമിലാണ് നടക്കുക. ഒന്ന് ഫെറിറ്റിൻ എന്ന ഫോമും രണ്ട് ഹിമോസിഡ്രിൻ എന്നുള്ള ഫോമും. കോമൺ ആയിട്ടും അയൺ സ്റ്റോറേജ് നടക്കുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ലിവർ, സ്പ്ലീൻ, ബോൺ മാരോ, ഡിയോഡിനം, സ്കെലിറ്റൽ മസിൽസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിലാണ് അയണിന്റെ സ്റ്റോറേജ് കാണുന്നത്. Question number 20. Among following, which substances neutralizes the gastric acid in the intestine? Option A, calcium carbonate. Option B, sodium bicarbonate. Option C, pepsinogen. And option D, intrinsic factor. Correct answer is option B, sodium bicarbonate. Question number 21. The best position that can be given to a particular patient after gastrectomy is option A, low Fowler's position. Option B, lateral position. Option C, supine position. Option D, prone position. Correct answer is option A,
ലോ ഫൗളേഴ്സ് പൊസിഷൻ. ലോ ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുമ്പോൾ ഒരു ഗ്യാസ്ട്രിക് ഏരിയയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കുറയുന്നു, അതുപോലെ ബ്രീതിങ് ഈസി ആയിട്ട് സാധ്യമാകുന്നു. പേഷ്യൻറ്റിന് കൂടുതലും സ്ട്രെസ് ഉണ്ടാവുകയില്ല. കാരണം നമ്മളൊരു ഗ്യാസ്ട്രിക് സർജറി, ഗ്യാസ്ട്രെക്ടമി എന്ന് പറയുമ്പോൾ ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ പാർട്ട്, സ്റ്റൊമക്കിൻ്റെ പാർട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ നമ്മൾ എടുത്തു കളഞ്ഞിട്ടുള്ള സർജറിയാണ്. അപ്പോൾ പേഷ്യൻറ്റിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോ ഫൗളേഴ്സ് പൊസിഷനിൽ പേഷ്യൻറ്റിന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്നു. Question number 22. All the following factors increases gastric mobility except option A, abdominal distension, option B, fear, option C, stress, and option D, vagotomy. Correct answer is option A, abdominal distension. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഫിയർ, ആങ്കർ, സ്ട്രെസ് ഇതിന്റെ അളവ് കൂടുന്ന സമയത്ത് ഒരാളുടെ പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ്, അതായത് GI മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ വേഗോട്ടമി ചെയ്യുന്ന പേഷ്യൻസിലും GI മൊബിലിറ്റി കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതേസമയം അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ പോലുള്ള സാഹചര്യങ്ങളുള്ള പേഷ്യൻസിൽ പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ് ലോ ആയിരിക്കും. Question number 23. A sac-like outpouching of the lining of the bowel that extends through a defect in the muscle layer is dash. Option A, diverticulum, option B, hernia, option C, protrusion, and option D, all the above. Correct answer is option A, diverticulum. Sac-like ഒരു ചാക്ക് പോലെ ചെറിയ ഔട്ട്പൗച്ചിങ്, അതായത് ഒരു ബവലിന്റെ മസിൽസിലുണ്ടാകുന്ന ഡിഫക്റ്റ് മൂലം അതിന്റെ ബവലിന്റെ ലൈനിങ്ങിൽ ചെറിയ ചെറിയ പൊത്തു പോലെ ഉണ്ടാകുന്ന സാക്ക് ലൈക്ക് ഔട്ട് പൗച്ചിങ്ങിനെയാണ് ഡൈവേർട്ടിക്കുലം എന്ന് പറയുക. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാലും മനസ്സിലാവും, ഇതിനെയാണ് ഡൈവേർട്ടിക്കുലം എന്ന് പറയുക. ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഈ മസിലിന്റെ വീക്ക്നെസ് കൊണ്ടുണ്ടാകുന്നു. ഇവിടെയും ഡൈവേർട്ടിക്കുലം ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഡൈവേർട്ടിക്കുലം എന്ന് വിളിക്കുക. ബവൽ വാൾസിന് ഉണ്ടാകുന്ന വീക്ക്നെസ് മൂലം ഉണ്ടാകുന്ന ഔട്ട് പൗച്ചിങ്ങിനെയാണ് ഡൈവേർട്ടിക്കുലം എന്ന് നമ്മൾ വിളിക്കുക എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഡൈവേർട്ടിക്കുലോസിസ് എന്ന് പറയുന്ന വാക്കും ഇതിനോട് ചേർത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്നിൽ കൂടുതൽ ഡൈവേർട്ടിക്കുലത്തിന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അതിനെ ഡൈവേർട്ടിക്കുലോസിസ് നമ്മൾ വിളിക്കുന്നു. ഇത് എല്ലായ്പ്പോഴും ഇൻഫ്ലമേഷനും പെയിനും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ ഒരു സിംറ്റംസും കാണിക്കാതെ തന്നെ ഡൈവേർട്ടിക്കുലോസിസ് ഉണ്ടായെന്നും വരാം. എന്നാൽ ഇത്തരത്തിൽ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടാകുമ്പോൾ ആ ഒരു കണ്ടീഷനെ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്നാണ് നമ്മൾ വിളിക്കുക. ഇവിടെ പേഷ്യന്റിന് ഡ്രെയിനേജും അതുപോലെ ഈ ഒരു ഡൈവേർട്ടിക്കുലത്തിന്റെ അകത്ത് ആബ്സിസ് ഫോം ചെയ്യാനും അത് പൊട്ടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. Question number 24. Anastomosis means option A, an opening of the body surface, option B, removal of a body part, option C, repair of an organ, option C, a surgical connection between two structures. Correct answer is option D, a surgical connection between two structures. Question number 25. Type of inflammatory bowel disease is dash. Option A, Crohn's disease, option B, ulcerative colitis, option C, intestinal obstruction, and option D, option both A and option B. Correct answer is option D, option both A and B, that is Crohn's disease and ulcerative colitis. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് രണ്ട് തരത്തിലാണുള്ളത്. ക്രൗൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഇങ്ങനെ രണ്ട് രീതിയിലാണുള്ളത്. ക്രൗൺസ് ഡിസീസിനെ റീജിയണൽ എൻട്രൈറ്റിസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ക്രൗൺസ് ഡിസീസിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ടാകുന്നത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ മുഴുവനായിട്ട് അതിൻ്റെ ലൈനിങ്ങിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഇൻഫ്ലമേഷൻ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കോളൻ ആൻഡ് രക്തത്തിലാണ് കാണുക. അതിന്റെ മ്യൂക്കോസൽ ആൻഡ് സബ് മ്യൂക്കോസൽ ലെയറിൽ ഉണ്ടാകുന്ന അൾസറേറ്റീവ് ആൻഡ് ഇൻഫ്ലമേറ്ററി പ്രോസസ് കൊണ്ടാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ടാകുന്നത്. ക്രോണിക് ആയിട്ട് വരുന്ന കണ്ടീഷനിലൊക്കെ സർജിക്കൽ മാനേജ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഡയറ്റ് മോഡിഫിക്കേഷനും അതുപോലെ തന്നെ മറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മറ്റ് തുടങ്ങിയിട്ടുള്ള മെഡിക്കേഷൻസിന്റെ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് മാനേജ് ചെയ്യാവുന്നതാണ്. Question number 26. Identify the correct statement about a patient recently diagnosed with inflammatory bowel disease. Option A, educate about diet and medications. Option B, provide fluid replacement. Option C, give emotional support. And option D, teach about management of ostomy. Correct answer is option A, educate about diet and medications. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ടാകുന്ന പേഷ്യൻസിൽ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡയറ്റ് മോഡിഫിക്കേഷനും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും അതുപോലെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷനുമാണ്.
അപ്പോൾ ഇവിടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ബവലിനുണ്ടായിട്ടുള്ള ഇൻഫ്ലമേഷനെ റെഡ്യൂസ് ചെയ്യുക, അതുവഴി ഉണ്ടായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോർമൽ സ്റ്റേറ്റസിലേക്ക് തിരിച്ചെത്തിക്കുക. അതിനുവേണ്ടി ബവലിന് വേണ്ടിയിട്ടുള്ള അഡിക്വേറ്റ് റെസ്റ്റും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റിന്റെ പ്രഥമമായിട്ടുള്ള എയിം. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് റീസെന്റ് ഡയഗ്നോസ്ഡ് ആണ്. രണ്ട് രീതിയിലാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. ഫസ്റ്റ് ഡയറ്റ് മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് ഫേസിൽ ഈ ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പേഷ്യന്റിന് സർജിക്കൽ റെക്കമെൻഡേഷനിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് സർജിക്കൽ റിപ്പയർ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പ്രൈമറിലി ഡയഗ്നോസ്ഡ് ആണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് അതിന്റെ ഉത്തരം ഡയറ്റ് മോഡിഫിക്കേഷൻ ആൻഡ് മെഡിക്കേഷൻസ് എന്നുള്ളത് വരിക. Question number 27. A feeling of being unable to empty the large bowl of stool even if there is nothing left to expel is known as option A fecal urgency, option B tenesmus, option C bloating, and option D regurgitation. Correct answer is option B tenesmus. Tenesmus എന്ന് പറയുന്നത് സ്ട്രെയിനിങ് അറ്റ് സ്റ്റൂൾ ആണ്. ബവൽ ഇവാക്യുവേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ഈവൻ ബവൽ ഇവാക്യുവേഷന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും അങ്ങനെ വേണം അല്ലെങ്കിൽ ആ ഒരു സ്റ്റൂൾ പാസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫീലിംഗ് കൊണ്ട് സ്ട്രെയിനിങ് ഉണ്ടാകുന്നതിനെയാണ് ടെനസ്മസ് എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. Question number 28. Twisting and turning of bowel into self is dash. Option A volvulus, option B intersusception, option C adhesions, and option D hernia. Correct answer is option A volvulus. ഇവിടെ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതെല്ലാം ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷന്റെ മെക്കാനിക്കൽ കോസിന്റെ ഭാഗമായിട്ടാണ്. അഡ്ഹഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അബ്ഡോമിനൽ സർജറി മൂലം ഉണ്ടാകുന്ന സ്കാർ ടിഷ്യൂ കാരണം അതിന്റെ ഹീലിംഗ് ഏരിയയിൽ നടക്കുന്ന ആ സ്കാർ ഫോർമേഷൻ കാരണം ഇൻഡസ്റ്റൈനിന്റെ ലൂപ്സ് തമ്മിൽ ഒട്ടിച്ചേരുന്നതിനെയാണ് അഡ്ഹഷൻസ്. ഒട്ടിച്ചേർന്നിരിക്കുന്നത് നമ്മൾ അഡ്ഹസീവ് ടേപ്സ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഇൻഡസ്റ്റൈനിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നതിനെയാണ് അഡ്ഹഷൻസ് നമ്മൾ വിളിക്കുക. അതുപോലെ ഇന്റർസസെപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈനൽ ലൂമൻ, ആ ഒരു ഇൻഡസ്റ്റൈനൽ ലൂമൻ ഒന്നിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് പോലെ കയറിയിരിക്കുന്നതിനെയാണ് ഇന്റർസസെപ്ഷൻസ് എന്ന് നമ്മൾ പറയുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇൻഡസ്റ്റൈൻ ആണ്, പക്ഷേ ഇൻഡസ്റ്റൈൻ അകത്തേക്ക് മടങ്ങി ഒരു ഫോൾഡ് പോലെ ഇരിക്കുന്ന വഴി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നു. അതിനെയാണ് ഇന്റർസസെപ്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. മൂന്നാമത് വരുന്നത് വോൾവുലസ് ആണ്. The bowel twists and turns on itself. ബവൽ ചുറ്റി തന്നെ കെട്ടുപിണഞ്ഞ് ടൈറ്റ് ആയിട്ട് മാറുന്നു, അങ്ങനെ ബവലിന്റെ മൂവ്മെന്റ് നടക്കാതെ വരുന്നു. അപ്പോൾ അതാണ് വോൾവുലസ് എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. ഇവിടെ നോക്കുക, ഇത് നോർമൽ ബവലാണ്. ബവല് തന്നെ ടേൺ ചെയ്ത് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വോൾവുലസ്. അടുത്തത് ഹെർണിയാണ്. പ്രൊട്രൂഷൻ ഓഫ് ആൻ ഇൻഡസ്റ്റൈൻ ത്രൂ എ വീക്കൻഡ് ഏരിയ ഓഫ് അബ്ഡോമിനൽ മസിൽ ഓർ വാൾ. അബ്ഡോമിനൽ മസിൽസോ അല്ലെങ്കിൽ അബ്ഡോമിനൽ വാളിലോ മസിൽ വീക്ക്നെസ് കൊണ്ട് ഇൻഡസ്റ്റൈൻ്റെ അകത്ത്, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള ഇൻഡസ്റ്റൈൻ പ്രൊട്രൂഡ് ചെയ്യുന്നു അല്ലെങ്കിൽ തള്ളി വരുന്നു. അതിനെയാണ് ഹെർണിയ എന്ന് വിളിക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇൻഡസ്റ്റൈൻ ഇവിടേക്ക്, അതായത് സേക്രൽ പൗച്ചിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നു. അതിനെയാണ് ഇൻഗ്വൈനൽ ഹെർണിയ നമ്മൾ വിളിക്കുക. Question number 29. A vermiform appendix is a part of which organ? Option A ileum, option B duodenum, option C ascending colon, and option D cecum. Correct answer is option D cecum. Small intestine end part ആണ് ഇലിയം. അതിനുശേഷം സീക്കം അവിടെ മുതൽ അസെൻഡിങ് കോളൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു സീക്കം ഏരിയയിലാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെ അപ്പൻഡിക്സ് തൂങ്ങിക്കിടക്കുക. Question number 30. Clinical sign in which pressure on the left lower quadrant of the abdomen causes pain in the right lower quadrant is known as option A Rousing sign, option B Homan's sign, option C Kernig's sign, and option D none of the above. Correct answer is option A Rousing sign. Rousing sign എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കലി കൺഫർമേഷൻ സൈൻ ആണ്. അപ്പൻഡിസൈറ്റിസ് ഉള്ള പേഷ്യൻസിലാണ് റോസിംഗ് സൈൻ കാണുക. ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമിനിൽ എക്സാമിനർ പ്രഷർ കൊടുക്കുന്ന സമയത്ത് റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് റോസിംഗ് സൈൻ പോസിറ്റീവ് എന്ന് നമ്മൾ പറയുക.
റൂസിംഗ് സൈനിന് വേറൊരു പേരും കൂടിയുണ്ട്. പെർമാൻ സൈൻ എന്നും വിളിക്കും. പെർമാൻ റൂസിംഗ് സൈൻ അല്ലെങ്കിൽ പെർമാൻ സൈൻ എന്നാണ് ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ അപ്ഡേഷൻ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബാറിൽ ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching this video. Wish you a good day.